ദൈവത്തിൻ്റെ പരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല ദിവസനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് പ്രഭാജാഗരണത്തിനായുള്ളത് ഒരു തത്വത്തിൽ നിന്നും അനുസരിക്കുക. തിരുവചനം: അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകുകയില്ല. 2 പത്രോസ് 1:10-11 വാക്യങ്ങൾ. നിത്യജീവൻ നിങ്ങളുടെ സകലതിനേക്കാളും വിലപ്പെട്ടതാകുന്നു എന്നുള്ളതായ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതെല്ലാം വിട്ടുകളയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് യേശു കർത്താവ് നമ്മോട് പറയുന്നു. ലൂക്കോസ് സുവിശേഷം 14-33 വാക്യത്തിൽ ഇങ്ങനെ പ്രതിപാദിക്കുകയുണ്ടായി. അലൗകികമായിരിക്കുന്ന ഒരു ശക്തിക്കായി നിങ്ങൾ നിർബന്ധപൂർവ്വം കാത്തിരിക്കുന്നുവെങ്കിൽ, പ്രവൃത്തിയില്ലാത്തതായിരിപ്പാകുന്നുവെങ്കിൽ, അത് തീർച്ചയായിട്ടും ആലസ്യവും അന്ധതയിലും മാത്രം ആയിരിക്കുന്ന ഒരു കാത്തിരിപ്പായി പരിണമിക്കുന്നത് കാണാൻ സാധിക്കും. ദൈവം തൻ്റെ വചനം നമുക്ക് നൽകിയിട്ടുണ്ട്. നാം വിശ്വസിക്കുന്നവരാകുന്നുവെങ്കിൽ പ്രവൃത്തിയുള്ളവരായിരിക്കണം. പ്രവൃത്തിയില്ല എങ്കിൽ അത് ചത്തതായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വിശ്വാസങ്ങൾ ആയതിനാൽ ദൈവ ഇഷ്ടം അറിയേണ്ടതിന്, പ്രവർത്തിക്കേണ്ടതിനും നാം വിനയത്തോടും പ്രാർത്ഥനയോടുകൂടിയും തിരുവെഴുത്തുകളെ സസൂക്ഷ്മം പരിശോധിക്കുകയും ദൈവത്തോടുള്ളതായ കടപ്പാടുകളിൽ നാം സംശയങ്ങളില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് അറിയും. യോഹന്നാൻ 7:17 വാക്യം പ്രതിപാദിക്കുന്നത്. ദൈവികതയുടെ മർമ്മം നിങ്ങൾ അറിയുന്നെങ്കിൽ, നിങ്ങൾ തോന്നിയാലും തോന്നിയില്ലെങ്കിലും വികാരത്തോടെയോ നിർവികാരതയോടെ കൂടെയോ ആയിരുന്നാലും നിരപ്പായ സത്യവചനത്തെ നിങ്ങൾ അനുവർത്തിച്ചേ മതിയാകുകയുള്ളൂ. തികഞ്ഞ സത്യബോധത്തിൽ നിന്നാണ് അനുസരിക്കേണ്ടത്. ഏതു സാഹചര്യത്തിലും ശരിയെ പിന്തുടരണം. ദൈവം രക്ഷയ്ക്കായി തിരഞ്ഞെടുത്ത സ്വഭാവമാകുന്നു ദൈവത്തിൻ്റെ തിരുവചനങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ പരിശോധന നൽകപ്പെട്ടിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. യോഹന്നാൻ 14:15. എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെ അത്രേ എന്ന് തിരുവചനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓരോ ആത്മാവിനും നിത്യജീവനായി തിരഞ്ഞെടുക്കപ്പെടേണ്ടതായ വ്യവസ്ഥകളെ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവകൽപ്പനയോടുള്ള നിങ്ങളുടെ അനുസരണം വെളിച്ചത്തിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ളതായ അവകാശം പ്രാപിക്കുവാനുള്ളതായ നിങ്ങളുടെ യോഗ്യതയെ തെളിവാക്കുന്നു. ദൈവം ചില സ്വഭാവ ശ്രേഷ്ഠതകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ കൃപയിലൂടെ തൻ്റെ നിയമത്തിൻ്റെ നിലവാരത്തിൽ എത്തുന്നവർക്ക് മഹത്വത്തിൻ്റെ രാജ്യത്തിലേക്ക് ധാരാളമായി പ്രവേശിക്കുവാനുള്ളതായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഒരു ക്രിസ്തീയ പൈതലായിരിക്കുന്ന ആ ദൈവവചനത്തിൽ നിന്നും ആ തത്വങ്ങളിൽ നിന്നും അനുസരണ ഉള്ള മക്കളായി നിലനിൽക്കുക. ആ നിത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നിങ്ങളെ തൻ്റെ ആത്മാവിനാൽ ശക്തീകരിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹമായ നല്ല ദിവസനായ സ്തോത്രം ചെയ്യുന്നവേ, ലൗകികതെല്ലാം വെടിഞ്ഞ് അലൗകികമായി നിലനിൽക്കുമ്പോഴും ആ സത്യത്തിൻ്റെ ദിവ്യപ്രകാശത്തിൻ്റെ തിരുവചനത്തിൽ അധിഷ്ഠിതമായി ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തനക്ഷമതയുള്ളതായ ജീവസുറ്റുള്ളതായ ജീവൻ നയിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവനായി കാത്തിരിക്കുന്ന വിശുദ്ധ ഗണങ്ങളോടൊപ്പം ആയിരിക്കേണ്ടതിനും അവിടുത്തെ മക്കളെ അവിടുന്ന് കാത്തു പരിപാലിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. തിരുവചനങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ, വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി ഈ ലോകത്തിന് അനുഭവമാകാതെ ദൈവവിളിക്ക് യോഗ്യമാകുന്നതായ ബലം കായ്ക്കുന്നതായ നല്ല സാക്ഷ്യമുള്ള മക്കളായി നിലനിൽക്കുവാൻ അവിടുത്തെ ആത്മാവിനാൽ ശക്തീകരിക്കുമാറാകണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.